Watch full episodes on Jio Hotstar. കൊള്ളാം എത്ര മനോഹരമായ സ്റ്റാച്യു ആണ്. ഒരു ഫോട്ടോ എടുത്താൽ എന്താ? തീർച്ചയായും. സിംഗം സർ, ഒരു ഫോട്ടോ നിങ്ങളുടെ കൂടെ എടുക്കട്ടെ? പിന്നല്ലാതെ. Yes. ഓഹോ, ഇവന്മാർ ഇവിടെയും വന്നോ? മോട്ടുപത്രനെ ഞാൻ കാണുമ്പോഴൊക്കെ എന്റെ ഈ ചെകുത്താൻ ബുദ്ധിയിൽ ഒരു ഭീകരമായ ഐഡിയ വരുന്നുണ്ടെടാ. ഇപ്പൊ ഞാൻ മോട്ടുപത്രനെ ഇളക്കി മറയ്ക്കാം. അവന്മാരെ കരയിച്ച് ഇവിടുന്ന് ഓടിക്കും, നോക്കിക്കാം. എത്ര മനോഹരമായ കവിതയാണ്. ഞാൻ എന്റെ ഐഡിയ പറഞ്ഞിട്ടില്ലടാ. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നോക്ക്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, വരൂ വരൂ. ഇവിടെ ഒരു ക്വിസ് കോമ്പറ്റീഷൻ നടക്കാൻ പോകുന്നു. വിജയികൾക്ക് ഈ സ്റ്റാച്ചു സമ്മാനം. അടിപൊളി സ്റ്റാച്ചു. പറയൂ പറയൂ, റോക്ക് ഗാർഡൻ എന്തുകൊണ്ടാണ് പണിതത്? വീട്ടിലെ വേസ്റ്റ് കൊണ്ടുണ്ടാക്കിയതാ. റോക്ക് വെച്ച് കെട്ടിയിട്ടുണ്ട്. അതെ അതെ, റോക്ക് കൊണ്ടാണ് കെട്ടിയിരിക്കുന്നത്. ചേട്ടാ, ഇത് ഞാൻ പറഞ്ഞതല്ലേ? ഞാനല്ലേ ആദ്യം പറഞ്ഞത്. റോക്ക് ഗാർഡൻ എന്ന് വെച്ചാൽ റോക്ക് എന്നല്ലേ അർത്ഥം. സമ്മാനം എനിക്ക് തന്നെ ആയിരിക്കും കിട്ടുക. സമ്മാനം തീർച്ചയായും എനിക്ക് തന്നെയാണ് കിട്ടുക. ആ സമ്മാനം എന്റെയാണ്, എന്റേത്. അല്ലല്ല, എന്റേതാണ്, എനിക്കാണ്. ഒരാളിവിടെ മിണ്ടാതിരിക്കുകയാണല്ലോ. സർ സർ, നിങ്ങളുടെ പേരെന്താ പറയൂ. പിന്നെ ഈ ചോദ്യത്തിന് ഉത്തരം പറയൂ. സാറേ, എന്റെ പേര് പത്ലു എന്നാണ്. റോപ്പ് ഗാർഡൻ നേക്ചന്ദ് എന്ന് പറഞ്ഞ ഒരാളാണ് കെട്ടിയിരിക്കുന്നത്. വളരെ കഷ്ടപ്പെട്ടും കഠിനാധ്വാനവും വളരെയധികം പരിശ്രമിച്ചിട്ടുമാണ് ഇത് കെട്ടിയിരിക്കുന്നത്. വൗ, അടിപൊളി. ഇതുപോലെ ആരും ആലോചിച്ചില്ലല്ലോ. അദ്ദേഹത്തിന്റെ പരിശ്രമം, ധൈര്യം, പിന്നെ കോൺഫിഡൻസ്, ഇതുകൊണ്ടാണ് റോക്ക് ഗാർഡൻ പണിതത്. ശരിയായ ഉത്തരം, ശരിയായ ഉത്തരം. ഇന്നാ നിങ്ങളുടെ സമ്മാനം. പിടിച്ചോളൂ, അടിപൊളിയായ സ്റ്റാച്ചു. അതെ, ഞാനും റോക്ക് കൊണ്ടുണ്ടാക്കിയെന്നല്ലേ പറഞ്ഞത്. അത് തെറ്റൊന്നും അല്ലല്ലോ, പിന്നെന്താ? അതുകൊണ്ട് എനിക്ക് ഒരു സ്റ്റാച്യു തരൂന്നേ. എന്ത് മനോഹരമായ സ്റ്റാച്യു ആണ്. സാറേ പ്ലീസ്, ഒരു സ്റ്റാച്യു തരൂന്നേ പ്ലീസ്. എന്റെ മോട്ടു ഇത് ഗിഫ്റ്റ് കൊടുക്കുന്ന സ്റ്റാച്ചു ആണ്. വെറുതെ ചോദിച്ചാലൊന്നും തരില്ല. ഇല്ല 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 ഇല്ല, എനിക്ക് തരൂ. എനിക്കൊരെണ്ണം തരൂന്നേ പ്ലീസ്. ഒരെണ്ണം തരുന്നത് കൊണ്ട് എന്താ പറ്റുക നിങ്ങൾക്ക്? ഞങ്ങൾ എത്ര ദൂരത്തുനിന്ന് വരാന്ന് അറിയോ നിങ്ങൾക്ക്? ഇത് വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ എന്ത് ഭംഗിയുണ്ടാവും അറിയോ? മനസ്സിലായി മനസ്സിലായി. നിങ്ങള് പത്ലു സാറിന്റെ ഫ്രണ്ട് അല്ലേ? അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കും കൂടി ഒരെണ്ണം തരാം. ഇന്നാ പിടിച്ചോളൂ. എനിക്ക് സ്റ്റാച്ചു കിട്ടിയേ. എനിക്കും സ്റ്റാച്ചു കിട്ടിയേ. എനിക്കും സ്റ്റാച്ചു കിട്ടിയേ. എങ്കിൽ വരൂ, പോവാം. സ്റ്റാച്ചു കൊടുത്തു. ഇപ്പൊ ഇവർ രണ്ടുപേരും ഞാൻ തല്ലു കുടിക്കാൻ പോവുകയാണ്. ഇല്ല, എന്റെ സ്റ്റാച്യു, എന്റെ സ്റ്റാച്യു. പത്ലു, നീ എന്റെ സ്റ്റാച്യു പൊട്ടിച്ചു കളഞ്ഞു. നീയാണ് എന്നെ തള്ളിവിട്ടത്. എന്റെ മോട്ടു ഞാനല്ല നിന്നെ തള്ളിവിട്ടത്. ആരോ വന്ന് എന്നെ പുറകിൽ നിന്ന് തള്ളിയിട്ടപ്പോ ഞാൻ നിന്റെ ദേഹത്ത് വന്ന് വീണതാ. ഇല്ല, നീയാണ് എന്നെ തള്ളിവിട്ടത്. നീയാണ് എന്നെ തള്ളിവിട്ടത്. എന്നിട്ട് എന്റെ സ്റ്റാച്യു പൊട്ടിച്ചു കളഞ്ഞു. ഞാൻ വീണ്ടും ചെന്ന് സ്റ്റാച്യു ചോദിക്കാൻ പോവാണ്. എന്റെ മോട്ടു, നീ എന്താ ഈ കുട്ടികളെ പോലെ സംസാരിക്കുന്നേ? അയാൾ ആദ്യം ചോദിച്ചപ്പോ തന്നെ തന്നത് വലിയ കാര്യാ. വീണ്ടും അയാൾ തരില്ല. എന്നാ നീ എന്റെ സ്റ്റാച്യു എടുത്തോ. ഇല്ല, എനിക്ക് എന്റെ സ്റ്റാച്യു തന്നെ വേണം. ഞാൻ വീണ്ടും പോവുകയാണ്. എന്നിട്ട് വീണ്ടും ചോദിച്ചിട്ട് വാങ്ങിച്ചിട്ട് വരും. എന്റെ സാറേ, ഒരു ഹംബിൾ റിക്വസ്റ്റ്. ആ സ്റ്റാച്യു താഴെ വീണ് പൊട്ടിപ്പോയി. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ഒരു സ്റ്റാച്യു കൂടെ തരൂന്നേ പ്ലീസ് പ്ലീസ്. ഈ മോട്ടല്ലേ കാണിക്കുന്നത്? നമുക്ക് തിരിച്ചു പോകാം. പറഞ്ഞത് കേൾക്ക്. പോരെ. സാറേ തരൂന്നേ, ഒരു സ്റ്റാച്യു തരൂന്നേ പ്ലീസ്, തരൂന്നേ. പത്ലു, നിക്ക്. സാറ് നിന്ന് ആലോചിക്കുന്നത് കണ്ടില്ലേ? സാറേ, സാറിപ്പോ ആലോചിച്ചോണ്ട് നിക്കല്ലേ അല്ലേ? ശരി ശരി, ഇന്നാ പിടിച്ചോളൂ. നിങ്ങൾ നല്ല തമാശ കേട്ടോ. എന്തിനാ ഉമ്മയൊക്കെ?
ഹലോ 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 സാർ ഇപ്പൊ നിങ്ങളുടെ സ്റ്റാച്ചു ഒരെണ്ണം പൊട്ടിപ്പോയോ? ഹാ നിങ്ങളുടെ സുഹൃത്ത് പത്ലു സാറാണത് വേണം വെച്ച് പൊട്ടിച്ചതെന്നാ എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന് നിങ്ങളുടെ സ്റ്റാച്ചു കൊണ്ട് അസൂയായിട്ടുണ്ടാവും. എന്താ ശരിയല്ലേ? ഞാനത് കണ്ടതാ. അദ്ദേഹം നിങ്ങളെ വേണം വെച്ചിട്ടാ ഉന്തിയിട്ടത്. ഹലോ പ്ലീസ് ഇവിടെ വന്ന് അത് പത്ലുവിന്റെ മുമ്പിൽ വെച്ച് പറ. ഹലോ ഹലോ പത്ലു, നീ കുറച്ച് ദൂരം നടന്നു കേട്ടോ. എന്റെ അടുത്തേക്കൊന്നും വന്നേക്കല്ലേ. എനിക്ക് നല്ലോണം അറിയാ എന്റെ സ്റ്റാച്ചു ആരാണ് പൊട്ടിച്ചതെന്ന്. ഇതെന്റെ സ്റ്റാച്ചു ആണ്. എന്റെ മോട്ടോ ശരി ശരി ശരി. ഞാൻ എന്തായാലും ഇനി നിന്റെ അടുത്ത് കൂടെ നടക്കുന്നില്ല. ഓ സാറേ, വരൂ. വരൂ. സാറ് ഞാനൊരു കാര്യം കാണിച്ചു തരാം. വരൂ. ഒന്ന് പിന്നിലേക്ക് നോക്കി എല്ലാവരും ഒന്ന് മാറി നിൽക്ക. ഓ ഭാഗ്യം, സ്റ്റാച്ചു രക്ഷപ്പെട്ടല്ലോ. അയ്യോ, രക്ഷപ്പെട്ടില്ലല്ലോ. ഇല്ല പത്ലു, നീ വീണ്ടും എന്റെ സ്റ്റാച്ചു പൊട്ടിച്ചു കളഞ്ഞു. ഇല്ല മോട്ടു ഇല്ല. മനസ്സിലാക്ക്, ഇപ്രാവശ്യവും ആരോ എന്നെ പിന്നിൽ നിന്ന് വലിച്ചിട്ട് കവണ വിടുന്നത് പോലെയാ വിട്ടത്. ഇല്ല, നീ കള്ളം പറയുകയാണ്. പച്ചക്കള്ളം. അതെങ്ങനാ? നിനക്ക് മാത്രമേ ഈ പ്രശ്നം വരാറുള്ളൂ. ഡോക്ടർ ജഡ്കയ്ക്കും ഘസീട്ടാറാമിനും ചിങ്കത്തിനും ഒന്നും എന്തുകൊണ്ട് വന്നില്ല? നീ മനഃപൂർവ്വമാണ് എന്റെ സ്റ്റാച്ചു പൊട്ടിച്ചു കളഞ്ഞത്. എനിക്ക് ഫോൺ ചെയ്ത ഒരു ജെന്റിൽമാൻ എല്ലാ സത്യങ്ങളും പറഞ്ഞതാണ്. ഞാൻ പോവുകയാണ് വീണ്ടും സ്റ്റാച്ചു വാങ്ങിക്കുവാൻ. ഇതാണ് എന്റെ കയ്യിലുണ്ടായിരുന്ന അവസാനത്തെ പീസ്. ഇത് പൊട്ടിക്കഴിഞ്ഞാ പിന്നെ എന്റെ അടുത്ത് തരാനൊന്നുമില്ല. ശരി 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 ശരി. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. പത്ലു, നീ എന്നിൽ നിന്ന് ഒരുപാട് ദൂരം അകലം പാലിക്കണം. മനസ്സിലായോ? ഇപ്രാവശ്യം ഞാൻ ബാഗിൽ വെച്ചോളാം എന്റെ സ്റ്റാച്ചു. ഇല്ല മോട്ടു, ഇനി ഞാൻ നിന്റെ കൂടെ നടന്നു വരില്ല. ഇല്ല. യെസ്. എന്താ നടക്കുന്നേ? ആരാ നിങ്ങളൊക്കെ? എന്നെ വിട്ടേക്ക്. വിടാനാ പറഞ്ഞ്. മോട്ടു മാറിക്കോ. മോട്ടു ഒന്ന് രക്ഷിക്കോ. ഇതെന്താണ് സംഭവിക്കുന്നത് പത്ലു? മോട്ടു. ഒന്ന് നോക്കട്ടെ. വീണ്ടും പൊട്ടിപ്പോയല്ലോ. നീ മനഃപൂർവ്വമല്ലേ പത്ലു ഇങ്ങനെയൊക്കെ ചെയ്തത്? ഇനി ഞാൻ നീ എന്റെ കൂട്ടുകാരനാണെന്നുള്ള കാര്യം പോലും മറക്കാൻ പോവുകയാണ്. നിൽക്ക് മോട്ടു, നിൽക്ക്. ഒന്ന് സമാധാനത്തോടു കൂടി ആലോചിക്ക്. ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഞാൻ നിന്നോട് മാറി നിക്ക എന്ന് പറഞ്ഞതല്ലേ? എനിക്ക് ഈ സ്റ്റാച്ചു പൊട്ടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പറയുമായിരുന്നോ? മോട്ടു, ഇതിലെന്തോ ചതിയുണ്ട്. നീ ഒന്ന് ആലോചിക്ക്. പൊളിക്കട്ടല്ല. പത്ലു പറഞ്ഞത് വളരെ ശരിയാണ്. ഒരു കാര്യം ശ്രദ്ധിച്ച് നോക്കിയേ. ആ ഫാന് ഡോക്ടർ ജഡ്കയുടെ അല്ലട്ടാ. ആദ്യം തൊട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുന്നില്ലേ? അതിൽ നമുക്ക് നോക്കാം എന്തെങ്കിലും കിട്ടുമെന്നേ. അതെ. ഓ, ഇതാണ് ജോണിന്റെ നമ്പർ 1 വീടും നമ്പർ 2 വീടും. എന്ന് വെച്ചാൽ ആ സിക്കുകാരൻ ആരാണ്? വേറെ ആരുമല്ല, ജോൺ തന്നെയാണ്. ആ ജോൺ നമ്മളുടെ കൂടെ യുദ്ധം ചെയ്യാൻ വരുവാണ്. പക്ഷെ പത്ലു, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ. അതുകൊണ്ട് നിങ്ങൾ തന്നെ ആലോചിക്കൂ. ഇനിയിപ്പൊ ഞാൻ ആ ജോണിനെ എന്ത് ചെയ്യും? ഐഡിയ. ഡോക്ടർ ജഡ്ക, ഈ കിടക്കുന്ന ഹെൽമെറ്റ് നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള റിമോട്ട് കൊണ്ട് പറപ്പിക്കാൻ കഴിയുമോ? എന്റെ ചങ്കേന്റെ ബ്രോ, ഇതൊക്കെ ഒരു പണിയാണോ? അതൊക്കെ സിമ്പിള്. ഇതാ റെഡിയായി. ഇപ്പൊ നീ പോയിക്കാമോട്ടു. എന്ത് ചെയ്യണമെന്ന് തോന്നുന്നോ അത് ചെയ്യ്.
ജോൺ എവിടെയാണുള്ളത്? താഴെയുണ്ട്, താഴെ. ജോൺ, ഓടി രക്ഷപ്പെടാൻ നോക്കണ്ട. അയ്യോ, ഞാൻ കുടുങ്ങിയല്ലോ. ഞാൻ എസ്കേപ്പ് പോവാൻ പോവുകയാണ്. രക്ഷപ്പെടാൻ നോക്കണ്ട. ജോൺ ദ ഡോൺ എസ്കേപ്പ്. ഓടിക്കോടാ. എന്നെ വിട്ടേക്ക് മോട്ടു. വേണ്ട, എന്നെ ഒന്നും ചെയ്യല്ലേ. അയ്യോ അയ്യോ, ഞാൻ അറിയാതെ ചെയ്തു പോയതാണ്. അല്ലെങ്കിൽ തന്നെ ഞാൻ ചെറുതാ. ഇപ്പൊ ഇനിയും ചെറുതാക്കാണോ? ഇനി നീ ഇതുപോലെ ചെയ്യുവോ? ഇല്ല, ഇല്ല, ഞങ്ങളെ ഇല്ല. പോലെയുള്ള കൂട്ടുകാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കാൻ നീ ശ്രമിക്കുവോ? സോറി, എന്നെ ക്ഷമിച്ചേക്ക്. തെറ്റുപറ്റി പോയതാ. ചിങ്കം സാർ, ഈ ചെറിയ പാവപ്പെട്ട ഈ ജോണിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കൂ സാർ. എന്നെ ജയിലിലിട്ടേക്ക് സാർ. എന്നെ അറസ്റ്റ് ചെയ്യൂ. എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു സാർ. വരൂ സാർ, പ്ലീസ്. എന്നെ ഇപ്പൊ തന്നെ അറസ്റ്റ് ചെയ്തു നോക്കൂ സാറേ. അല്ലെങ്കിൽ എനിക്ക് തല്ലുകൊള്ളാൻ വയ്യ സാർ. എന്റെ അമ്മോ, ഈ മോട്ടെത്ര പാതിരാത്രിക്ക് കുത്തപ്പിന്നാർ കാണിക്കാൻ കൊണ്ടുവന്നിരിക്കുന്നത്? ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. അതെ ഗസീട്ടാറാമേ, പകല് മുഴുവൻ ഇവിടെ ഒരുപാട് ആൾത്തിരക്കല്ലേ. രാത്രി കണ്ടില്ലേ, ഇതേ ഒരാള് പോലും ഇല്ല. നമ്മൾ മാത്രമേ ഉള്ളൂ. ഇപ്പൊ കാണാൻ എന്ത് രസമെന്ന് നോക്കിയേ. വരൂ, നമുക്ക് മുകളിലേക്ക് പോവാം. വരൂ വലിയേട്ടോ. ആരാണ് ആദ്യം മുകളിലേക്ക് എത്താൻ നോക്കാം. ബ്രോ, എന്റെ വണ്ടി എന്ത് സ്പീഡാണെന്ന് നോക്കിക്കേ. ഇത് കാണാൻ എന്ത് മനോഹരമായ കാഴ്ചയാണ്. എന്താ ഇത്? കുത്തപ്പിനാർ ഇങ്ങനെ ഇളകുന്നത്? അയ്യോ, രക്ഷിക്കണേ. ഓടിച്ചെടുത്തല്ലോ. എന്താണ്? എവിടുന്നാണ് ഈ ശബ്ദം കേൾക്കുന്നത്? എല്ലാവരും താഴോട്ടിറങ്ങി. ഇറങ്ങാനാ പറയുന്നത്. സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ഇന്ത്യ നിയമമാണ് സത്യം. അവിടെ നിൽക്കാൻ. നീ കുത്തപ്പിനാറിനെ കൊണ്ടുപോകാൻ പാടില്ല. എന്നെ തടയാൻ ആർക്കും സാധ്യമല്ല. ഞാനിത് എന്റെ യജമാനന് വേണ്ടിയാണ് കൊണ്ടുപോകുന്നത്. ഞങ്ങളുടെ ദേശത്തിന്റെ അടയാളമാണ്. ഞങ്ങൾ ഇതൊരിക്കലും നിന്നെ കൊണ്ടുപോവാൻ അനുവദിക്കില്ല. അത് ശരി, അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യൂ. നിങ്ങളാണോ എന്നെ തടയാൻ നിൽക്കുന്നത്? എങ്കിൽ ശരി, ഇപ്പോ കാണിച്ചു തരാം. ബൈ ബൈ. എന്റെ പത്തിലു വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? എന്തെങ്കിലും ആലോചിക്കൂ. ആ ജിന്നിനെ നമുക്ക് തടഞ്ഞേ പറ്റൂ. ഐഡിയ. എല്ലാവരും കേൾക്ക. അല്ലയോ യജമാനനെ, ഞാൻ അങ്ങൾക്ക് വേണ്ടി കുത്തപ്പിനാർ കൊണ്ടുവന്നിട്ടുണ്ട്. സബാഷ് എന്റെ ജിന്നെ, സബാഷ്. നീ ഒരു അടിപൊളി ജിൻ തന്നെയാണ്. നീ ലോകത്തിലെ എത്ര പ്രധാനപ്പെട്ട മോണുമെന്റ്സ് എനിക്ക് കൊണ്ടു തന്നിട്ടുണ്ട്. ഞാൻ എന്റെ സ്ഥലം ഒന്ന് സെലക്ട് ചെയ്തോട്ടെ. അത് കഴിഞ്ഞ് ആ കുത്തബ് മിനാറും നീ ഒന്ന് ചെറുതാക്കിയിട്ട് എന്റെ ഹാളിൽ കൊണ്ടുവച്ചേക്ക്. അതെ, നിങ്ങൾ ഇതാരാണ്? ജിന്നിനെ കൊണ്ട് നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്? നിങ്ങളാരാ? പിന്നെ ഇവിടെ എങ്ങനെയാ വന്ന്? എന്റെ പേര് മിസ്റ്റർ അവതാർ എന്നാണ്. അവതാറിനാണെങ്കിൽ മോണുമെന്റ്സിനോട് അതീവ സ്നേഹം.
നോക്കൂ, ഞാൻ ലോകത്തുള്ള എല്ലാ മോണുമെന്റ്സും ഈ ജിൻ മൂലം ഇവിടെ കൊണ്ട് ശേഖരിച്ചു വെച്ചു. എന്റെ അമ്മോ, ഇതിന്റെയൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് മോഡല് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുമല്ലോ. അത് വാങ്ങി വെച്ചാ പോരെ. എന്തിനാ ഈ ഒറിജിനൽ ചെറുതാക്കി ഇവിടെ വീട്ടിൽ വെച്ചിരിക്കുന്നത്? സാറിന് ഒറിജിനൽ മോണുമെന്റ്സിനോടാണ് സ്നേഹം, ഡ്യൂപ്ലിക്കേറ്റിനോടല്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? നിൽക്ക്, എന്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്. ഇത് നോക്കൂ ചേട്ടാ, ഞങ്ങളുടെ ജിന്നില്ലേ അത് കുത്തബ് മീനാറും പൊക്കിക്കൊണ്ട് വരികയായിരുന്നു. അപ്പൊ നിങ്ങളുടെ ജിന്ന് ഞങ്ങളുടെ ജിന്നിന്റെ കയ്യിൽ നിന്ന് അത് വാങ്ങിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ആ എന്റെ ജിൻ അതെവിടെയാ? ഞങ്ങളുടെ ജിന്നോ ദേ ഇതാണ്. ആ ഇതാണ് ഞങ്ങളുടെ ജിന്ന്. ഇതാണോ? ഇതൊരു മനുഷ്യനല്ലേ? ആ ഇപ്പൊ മനുഷ്യന്റെ രൂപത്തിലാണ് ഉള്ളത്. നീ പുറത്തേക്ക് വന്നാ ഞങ്ങളുടെ ജിന്നും പുറത്തേക്ക് വരും. എന്നിട്ട് നിന്നെ ഇടിച്ചിടിച്ച് ചമ്മന്തിയാക്കും. അങ്ങനെയാണോ? എങ്കിൽ നമുക്ക് പുറത്തു വെച്ച് കാണാം. നിനക്ക് എന്തുമാത്രം ബലമുണ്ടെന്ന് കാണട്ടെ. ഇതാ ചങ്കേ. ശരിക്കും ജിന്നുണ്ടല്ലോ. ഇതാ പിടിച്ചോ. ഇതിന്റെ ടെക്നിക്കാ. ഇതെങ്ങനെ സംഭവിക്ക? അയാളെ വെറുതെ വിടരുത്. പൊളിക്കട്ടല്ലോ. ഇങ്ങനെ ജീനായി മാറി ഫൈറ്റ് ചെയ്താൽ ഇത് ഇപ്പൊന്നും തീരില്ലാട്ടാ. ഫൈറ്റിൽ ആരും ജയിക്കൂല. മനുഷ്യന്റെ രൂപത്തിൽ മാറണം. നമ്മുടെ ബോട്ട് ഇങ്ങോട്ട് വന്നതുപോലെ അങ്ങനെ മാറിക്കഴിഞ്ഞാൽ അപ്പറയും ആർക്കാണ് അധികം ശക്തിയുള്ളതെന്ന്. ഓക്കേ യജമാനൻ, ഞാൻ ഇപ്പോൾ കാണിച്ചു കൊടുക്കാം. ഇപ്പൊ നമുക്ക് നേരിട്ട് മുട്ടാം. ആദ്യം അതിനു മുമ്പ് എന്നെ ഒന്ന് പിടിച്ച് കാണിക്കേ. വരൂ. ഇപ്പൊ പിടിക്കാം. എങ്ങോട്ടാണ് ഓടുന്നത്? അവിടെ നിൽക്ക്. നിന്നെ ഞാൻ പിടിക്കാം. ഓടുന്നത്. നിൽക്ക്. നിൽക്കാനാ പറഞ്ഞത്. പിടിച്ച് അവിടെ കാണിക്കേ. നിൽക്കാൻ. അതെ, വാമപ്പ് നിൽക്കാൻ. ചെയ്തോണ്ടിരിക്കുകയാണോ? നീ എന്താ കാണിക്കുന്നെ? അവിടെ നിൽക്കടാ. നിൽക്കാൻ. നിൽക്കാനോടെ. ആ, പിടിച്ചോ. യജമാനനെ ഇവർ നമ്മളെ കളിയാക്കാണെന്ന് തോന്നുന്നു. നിങ്ങൾ എന്ത് ഫൈറ്റ് ചെയ്താലും എനിക്കാണ് കൊള്ളുന്നത്. നിങ്ങളുടെ ജിന്നിപ്പോ നിങ്ങളുടെ അഭിമാനത്തിന് വേണ്ടിയിട്ടാ ഫൈറ്റ് ചെയ്യുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ ജിന്ന് ജയിക്കുകയാണെങ്കിൽ എല്ലാവരും പറയും അവതാറിന്റെ ജിന്ന് ബലശാലിയാണെന്ന്. അപ്പൊ നിങ്ങളുടെ അഭിമാനം വർദ്ധിക്കില്ലേ? എന്താ ജിൻ ചേട്ടാ? യജമാനനെ, ഞാൻ അങ്ങളുടെ യശസ്സിന് വേണ്ടിയിട്ടാണ് പോരാടുന്നത്. എന്നാൽ ഞങ്ങളുടെ ജിന്നിന് എത്ര ബലം ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഒറ്റ ഇടി ഇടിച്ചാലുണ്ടല്ലോ, നിങ്ങൾ മുഴുവൻ ലോകവും ചുറ്റിക്കറങ്ങിയിട്ടായിരിക്കും ഇങ്ങോട്ട് വരുന്നത്. എന്താ ഇപ്പൊ മനസ്സിലായോ? എന്റെ കയ്യിലും അത്രയും അധികം ശക്തിയുണ്ട്. എനിക്ക് യജമാനെ യൂണിവേഴ്സിൽ മുഴുവൻ ചുറ്റി കാണിക്കാൻ പറ്റും. ഇത് കണ്ടോ? ഇവന്മാര് നിന്നെ ഒരു മണ്ടനാക്കിയിട്ട് എന്നെ വെറുതെ തല്ലുകൊള്ളിക്കുക. അല്ല, എന്റെ ജിന്നിന്റെ കൈ കൊണ്ട് എന്തിനാ തല്ലു കൊള്ളിക്കുന്നത്? നീ ഇവരുടെ വർത്താനം കേട്ടോണ്ട് നിന്റെ ഏമാനെ തന്നെയാണല്ലോ തട്ടുന്നത്. ഇല്ല ഇല്ല, ഇവര് നിങ്ങളുടെ അഭിമാനത്തിന് വേണ്ടിട്ടല്ലേ ഫൈറ്റ് ചെയ്യുന്നത്. പക്ഷെ ഞങ്ങളുടെ ജിന്ന് ഞങ്ങൾ അടിച്ചാലുണ്ടല്ലോ, ഞങ്ങൾ ഒരു 10-15 ചുറ്റി കറങ്ങിട്ടാ വരൂ. ഇത് കണ്ടില്ലേ? എന്നെ പിടിച്ചോ. ഇപ്പൊ കണ്ടില്ലേ ഞങ്ങള് 10-15 ചുറ്റിയത്. പക്ഷെ നിങ്ങളുടെ ജിന്ന് നിങ്ങളെ അടിച്ചാ നിങ്ങൾ ഒരു ചുറ്റോ എന്നുള്ളത് സംശയമാണ്. ഞാൻ അടിച്ചാലും എന്റെ യജമാനൻ 1000 റൗണ്ട് ചുറ്റും. കാണണോ? ഈ ഒരു പ്രാവശ്യം കൂടെ അടിക്കുന്നത് കാണണോ? ഒരു പ്രാവശ്യം കൂടെ വേണ്ട, ഇനി എന്നെ തല്ലണ്ട. ചേട്ടാ, എന്റെ ചങ്ക, എന്റെ ബ്രോ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, ഇനി ആ ജിന്ന് നിങ്ങൾ പറയുന്നതൊന്നും കേൾക്കില്ല. തൽക്കാലം നിങ്ങൾ അതിന് ഓർഡർ കൊടുക്കൂ. അത് വീണ്ടും ലാമ്പിനകത്തേക്ക് പോകട്ടെ. എന്നാലേ അത് വെറുതെ ഇരിക്കൂ. അതിനുശേഷം ആ ലാമ്പ് എടുത്തിട്ട് ഇവിടുന്ന് പോയിക്കോളൂ. ഞങ്ങൾക്കും നിങ്ങൾക്കും യാതൊരു പ്രശ്നവും ഇല്ലല്ലോ. ഞങ്ങൾ വന്നത് ഈ കുത്തബ് മിനാർ തിരിച്ചു കൊണ്ടുപോകാൻ മാത്രമാണ്. ഈ പറഞ്ഞ ശരിയാ. പിന്നെ ജിന്ന്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇപ്പൊ ടീ ബ്രേക്കാ. ജിന്ന് ഇപ്പൊ ലാമ്പിനകത്ത് കേറ്. തീർച്ചയായും അങ്ങയുടെ ഉത്തരവ് പോലെ യജമാനനെ.
അല്ല എന്തായി ചെയ്യുന്നേ? അയ്യോ വേണ്ട, അയ്യോ നിങ്ങൾ എന്തായി കാണിക്കണ? വേണ്ട, എന്റെ മാജിക് ലാമ്പ്. കൽപ്പിച്ചാലും എന്റെ യജമാനനെ. അതെങ്ങനെ? ഏമാനൻ ഞാനല്ലേ? അല്ല, എന്നെ ആരാണോ സ്വതന്ത്രനാക്കിയത് അദ്ദേഹമാണ് എന്റെ യജമാനൻ. മറ്റുള്ളവരൊക്കെ എനിക്ക് വെറും സാധാരണക്കാരാണ്. നിങ്ങളെല്ലാവരും ശരിക്കും എന്നെ പറ്റിക്കുകയായിരുന്നു. ഞാൻ നിങ്ങളാരെയും വെറുതെ വിടില്ല. എന്റെ ജിന്നു ചേട്ടാ, നിങ്ങളുടെ പഴയ മുതലാളിയെ എടുത്തോണ്ട് പോയി ആരും കാണാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയിടൂ. പിന്നീട് ഒരിക്കലും ഇങ്ങോട്ടേക്ക് തിരിച്ചു വരരുത്. അങ്ങയുടെ ആജ്ഞ പോലെ യജമാനനെ. ഇനി എന്ത് സഹായമാണ് വേണ്ടതെന്ന് പറഞ്ഞോളൂ. ഒറ്റൊരു സഹായം മാത്രം ചെയ്താൽ മതി. ഏതൊക്കെ സാധനങ്ങൾ എവിടെ നിന്നൊക്കെ എടുത്തിട്ട് വന്നു അതൊക്കെ അവിടെ തന്നെ കൊണ്ടുപോയി വെക്കേണ്ടതാണ്. ഒന്ന് വേഗത്തിൽ നോക്ക് കേട്ടോ, വല്ലാണ്ട് വിശക്കുന്നു. എനിക്ക് ചൂടുള്ള സമൂസ കഴിക്കണം. ഇവിടെയുള്ള സാധനങ്ങളെല്ലാം ഞാൻ എവിടുന്നാണോ എടുത്തത് അവിടെ തന്നെ ഇപ്പൊ തന്നെ തിരിച്ചുകൊണ്ട് വെക്കാം. വെരി ഗുഡ്. ഇനി എന്താണ് വേണ്ടതെന്ന് കൽപ്പിച്ചാലും. അതെ അതെ ചേട്ടാ, വേണ്ട, എനിക്കൊരു ആവശ്യമില്ല. ഇനി നിങ്ങൾ സ്വതന്ത്രനാണ്. മാത്രമല്ല നമ്മൾ കൂട്ടുകാരും. പിന്നെ ഞാൻ നിങ്ങളോടൊരു സത്യം പറയട്ടെ, ഞാൻ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ജിന്നൊന്നുമല്ല, സാധാരണ ഒരു മനുഷ്യനാണ്. ഓ, അപ്പോ താങ്കൾ ഒരു സാധാരണ മനുഷ്യനാണല്ലേ? പക്ഷേ വളരെ നല്ല മനുഷ്യനാണ്. എന്റെ പഴയ യജമാനനെ പോലെ അത്ര മോശക്കാരനല്ല. താങ്കളെ കണ്ടുമുട്ടിയതിൽ വളരെ സന്തോഷം. ബൈ ബൈ, വീണ്ടും കാണാം. താങ്കളുടെ ഒരാഗ്രഹം കൂടി ഞാൻ സാധിച്ചു തരേണ്ടതുണ്ട്. ചൂടുള്ള സ്വാദിഷ്ടമായ സമൂസ. Watch India's largest kids library only on Jio Hotstar. Download the app now.